പ്രതിഭാര ജ്യോതിഷ വിശകലനം 2026 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെ. നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ മാതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ രോഗമോ അരിഷ്ടതയോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിഷാദ രോഗത്തിന് അടിയന്തരമായി ചികിത്സ തേടേണ്ട സാഹചര്യവും വന്നേക്കാം. ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി മാറുവാനും സാധ്യതയുണ്ട്. എന്നാൽ വാരം അവസാനത്തോടെ ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. ആഗ്രഹിച്ച പോലെ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്ക വിധം ഉദ്യോഗത്തിൽ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും. രോഗശാന്തിയും വിവാഹ യോഗവും ജീവിതത്തിൽ ഉണ്ടാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുഹാനി, രോഗശാന്തി, ഭക്ഷണസുഖം, കീർത്തി, ധനലാഭം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തോടു കൂടി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടാം. മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗദുരിതങ്ങൾ വരുവാനും ഇടയുണ്ട്. യാത്രാക്ലേശം വർദ്ധിക്കുന്ന തരത്തിലേക്ക് പ്രതീക്ഷകൾ സ്ഥാനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ അപകടങ്ങൾ സംഭവിക്കുവാൻ ഇടയുള്ളതിനാൽ യാത്രകൾ അതീവ ജാഗ്രത വേണം. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയോടെ പിരിയുവാൻ തീരുമാനിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുവാൻ തരത്തിൽ തൊഴിലിടങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ മധ്യത്തിൽ ബൃഹത്തായ വിശകലന പദ്ധതികൾ ഭാഗമാകുവാൻ സാധിക്കുന്നത് വലിയ സന്തോഷം നൽകും. ചിന്താവിശേഷി വർദ്ധിക്കുകയും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാവുകയും ചെയ്യും. ശത്രുഹാനി, സത്സുഹൃത്തുക്കൾ, ഇഷ്ടഭക്ഷണങ്ങൾ എന്നിവ ഉണ്ടാകും. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടു കൂടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഉദരപരമായോ ശ്വാസകോശ സംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ആശുപത്രി വാസത്തിന് ഇട നൽകുവാനും ചെയ്തേക്കാം. കുടുംബ പ്രശ്നങ്ങൾ മൂലം വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സംയമനം പാലിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരത്തിന്റെ തുടക്കത്തിൽ ബന്ധുജന സമാഗമം, സത്സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക എന്നിവയ്ക്ക് നല്ല അവസരം ലഭിക്കും. ഭക്ഷണസുഖം, യാത്രാസുഖം, തൊഴിൽ വിജയം എന്നിവ അനുഭവപ്പെടും. തൊഴിൽ രഹിതർക്ക് അർഹമായ സ്ഥാനങ്ങളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുമായി പരിചയപ്പെടുവാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ഐക്യം ഉണ്ടാകും. എങ്കിലും വാരം അവസാനിക്കുമ്പോൾ ദ്രവ്യനഷ്ടം വരാതെ സാമ്പത്തികമായി സൂക്ഷിക്കുക. അന്യർ മൂലം അപവാദങ്ങൾ കേൾക്കുവാനോ പണനഷ്ടത്തിനോ ഇടയുണ്ട്. അമിതമായ ആഡംബരം, പ്രിയം മൂലം ചെലവ് വർദ്ധിക്കുവാനും ഇടയുള്ളതിനാൽ കടുപ്പമേറിയ നിയന്ത്രണങ്ങൾ ഉള്ളത് നല്ലതാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുഭയം, വ്യവഹാര പരാജയം, അപമാനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാര മധ്യത്തോടു കൂടി സർക്കാർ ജോലിക്കുള്ളവർക്ക് പ്രതീക്ഷകൾ സ്ഥാനത്തോടെ സ്ഥലം മാറ്റം ഉണ്ടാകും. ബന്ധുജന ഗുണം, ഭക്ഷണസുഖം, മനസന്തോഷം, സാമ്പത്തിക പുരോഗതി, ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ ലഭിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയോടെ പുതിയ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. വാഹന കാര്യങ്ങളെ തീരുമാനിക്കുകയോ മംഗളകർമ്മങ്ങളിൽ മുഖ്യ പങ്കു വഹിക്കുകയോ ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ വിദേശവാസം, വ്യവഹാര പരാജയം, കുടുംബവിരഹം, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ വേർപിരിയൽ, അപകടങ്ങൾ, അപവാദങ്ങൾ, സർക്കാർ അന്വേഷണങ്ങൾ, ജപ്തി നോട്ടീസ് എന്നിവ നേരിടേണ്ടി വന്നേക്കാം. അതീവ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ വാരമധ്യത്തോടെ രോഗങ്ങൾ മാറി ആരോഗ്യം വരുവാനും സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുവാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, ധനലാഭം, സുഹൃത്തുക്കൾ, തൊഴിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മുൻപ് മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങൾ അർഹമായ രീതിയിൽ തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ പുതിയ സ്ഥാനമാറ്റങ്ങളും ഉത്തരവാദിത്വങ്ങളും തേടി വരും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണ് ഇത്. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. എന്നാൽ വാരമധ്യത്തോടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത്. മാനസികമായും സാമ്പത്തികമായും സന്തോഷവും വെല്ലുവിളികളും നിറഞ്ഞ ഒരു വാരമായിരിക്കും ഇത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ സംസാരത്തിൽ വളരെയധികം മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അശ്രദ്ധമായ വാക്കുകൾ ഭാവിയിൽ ഒറ്റപ്പെടലിന് കാരണമായേക്കാം. അന്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽപരമായ ക്ലേശങ്ങൾ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. വാരമധ്യത്തോടെ കാർഷിക മേഖലയിലുള്ളവർക്ക് മികച്ച
ആദായം ലഭിക്കും. കുടുംബത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പ്രതികൂല ദശാപഹാരങ്ങൾ ഉള്ളവർ പരിഹാരങ്ങൾ തേടുന്നത് ദുരിതങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കം ഉന്നത സ്ഥാനലബ്ധിക്കും സാമ്പത്തിക ഉന്നതിക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രവർത്തനങ്ങൾ ലാഭകരമായി മാറും. വിശിഷ്ട വ്യക്തികളിൽ നിന്ന് അംഗീകാരങ്ങളും സമ്മാനങ്ങളും ലഭിക്കുവാനും ഇടയുണ്ട്. പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകും. വാരമധ്യത്തിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെ അതിജീവിക്കുവാനും സാധിക്കും. വാരാന്ത്യത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാമെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാം. മകരം രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശാരീരികമായും മാനസികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ വാരമധ്യത്തോടെ സ്ഥിതിഗതികൾ അനുകൂലമാകും. പ്രിയപ്പെട്ടവരുമായി സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തിക ഐക്യവും പ്രതീക്ഷിക്കാം. വിനോദയാത്ര ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഫലപ്രദമാകുവാൻ സാധ്യതയുണ്ട്. പുണ്യസ്ഥല സന്ദർശനത്തിന് യോഗമുണ്ട്. തൊഴിൽ ക്ലേശങ്ങൾ കുറയുകയും പുതിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. സാമ്പത്തികമായി പല വരുമാന സ്രോതസ്സുകൾ തെളിയിക്കുവാൻ സാധിക്കും. വാഹനഭാഗ്യം, പ്രേമ പുരോഗതി എന്നിവ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തോടെ ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സകൾ തേടണം. വാരം അവസാനത്തോടെ ധനനേട്ടം, മനസന്തോഷം, ദാമ്പത്യ ഐക്യം എന്നിവ ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സർവകാര്യ വിജയവും സാമ്പത്തിക പുരോഗതിയും അനുഭവപ്പെടുന്ന മനോഹരമായ വാരമാണ് ഇത്. തൊഴിൽ രംഗത്ത് കീർത്തിയും വിജയവും ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയം നേടും. പഴയ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുവാനും ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിശേഷമായ ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇത്. പോസിറ്റീവ് ചിന്താഗതിയോടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. വാരാന്ത്യത്തിൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ നോക്കണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.